ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഫ്യൂച്ചർ ഡോക്ടർ എന്ന് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എനിക്ക് നിങ്ങൾ പഠിച്ച് ഡോക്ടർ ആകും എന്ന് നല്ല വിശ്വാസമുള്ളത് കൊണ്ടാണ്. ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഏതെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഓടി വന്നിട്ട് ശ്രുതി മാം ഓർക്കുന്നുണ്ടോ, ഞാൻ നിങ്ങളുടെ ഫ്യൂച്ചർ ഡോക്ടർ ആണെന്ന് നിങ്ങൾ പറയും എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ്, എനിക്ക് നല്ല പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങനെ വിളിക്കുന്നത്. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും തീർത്തു. നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ അടിപൊളിയായി തീർത്തു. ഇനി നമ്മൾക്ക് നീറ്റ് എക്സാം ഹാളിലേക്ക് കടന്നു ചെല്ലണം. നമ്മുടെ എക്സാമിൽ നമ്മളുടെ ബെസ്റ്റ് കൊടുക്കണം. അതാണ് നമുക്കിനി ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോച്ചിങ് സെൻറ്ററിലേക്ക്, ഇപ്പോൾ സൈലത്തിലെ മക്കളാണെങ്കിൽ സൈലത്തിലേക്ക് ആദ്യം കയറി വന്ന ആ ഒരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ദിവസം നിങ്ങൾ കയറി വരുന്നു, നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സിനെയൊക്കെ കാണുന്നു, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലേ, ഞാൻ അടിപൊളി സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത്, എൻ്റെ ടീച്ചേഴ്സ് ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ മെൻറ്റേഴ്സ് ഉണ്ട്, ആളുകളുണ്ട്, നല്ല ഫ്രണ്ട്സിനെ കിട്ടി അല്ലേ, ആ ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ നമ്മളപ്പോൾ ഒരു ചെറിയ ഒരു വിത്ത് പോലായിരുന്നു, മണ്ണിൽ വീണ് കിടക്കുന്ന ഒരു വിത്ത് അല്ലേ, ഒരു ക്ലൂലെസ് ആണ്, എവിടെ തുടങ്ങണം എന്നറിയില്ല, ബേസ് ഇല്ല, എങ്ങനെ വളരണം എന്നറിയില്ല അല്ലേ. അപ്പം നമ്മൾ നല്ല പോലെ നമ്മളെ തന്നെ നോറിഷ് ചെയ്തു. അതായത് നിങ്ങൾ സെലക്ട് ചെയ്തു നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളെ ആര് പഠിപ്പിക്കണം, നിങ്ങൾ ഏത് മെറ്റീരിയൽ ഫോളോ ചെയ്യണം, എവിടെ പഠിക്കണം, ഇതൊക്കെ എൻ്റെ മക്കളാണ് തീരുമാനിച്ചത്. നിങ്ങളെ തന്നെ നോറിഷ് ചെയ്തു അല്ലേ. എൻ്റെ പതുക്കെ നമ്മൾ വളരാൻ തുടങ്ങി. ആ സീഡ് ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്ത് വരുന്നത് പോലെ എൻ്റെ മക്കൾ പതുക്കെ വളർന്ന് വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമുക്കറിയാം ആ വളർച്ചയിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പാളിച്ചകൾ അവിടെ ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ടാകാം അല്ലേ. നമ്മുടെ ഒരു മോക്കിലെ സ്കോർ കുറഞ്ഞു, അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ആ ഇൻട്രസ്റ്റ് അങ്ങ് പോയി, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, ഒരു ടെൻഷൻ വന്നു, നമുക്ക് കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ആ ചെടി ഒരു കാറ്റത്തും മഴയത്തും ഒക്കെ ഒന്ന് ഒടിഞ്ഞു വീഴാൻ പോകുന്നത് പോലെയൊക്കെയുള്ള അവസ്ഥകൾ, ചെറിയ ചെറിയ അസുഖങ്ങൾ വരുന്ന പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി, ഹെൽത്ത് ഇഷ്യൂസ് വന്നു അല്ലേ. പക്ഷേ നമ്മൾ വീണ്ടും നമ്മുടെ ട്രാക്കിലേക്ക് നമ്മൾ പതുക്കെ കടന്നു വന്നു. ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മൾ വളരെയധികം നമ്മളെ തന്നെ സ്ട്രോങ് ആക്കിക്കൊണ്ട് എന്തും ആയിക്കോട്ടെ ഞാൻ പഠിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും നീറ്റ് ക്ലിയർ ചെയ്യണം എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ മക്കൾ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്തു അല്ലേ. അതുപോലെ നിങ്ങൾ റിവിഷൻ പ്രോഗ്രാംസ് പ്രാക്ടീസ് ചെയ്തു, നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ മക്കളെ എഴുതി. എടാ ഇതിൽ കൂടുതലൊന്നും കൊടുക്കാനില്ലടാ, നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ ബെസ്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയധികം റിവിഷൻസ്, ഇത്രയധികം ക്വസ്റ്റ്യൻസ്, ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലേ. യെസ്, അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഒരു എഫേർട്ട് പോലും വർത്ത്ലെസ് ആയി പോകുന്നില്ല മൈ ഫ്യൂച്ചർ ഡോക്ടർ. ഓക്കെ, അപ്പോൾ ഓർക്കുക, അങ്ങനെ നിങ്ങൾ വളർന്ന് നിങ്ങളുടെ റൂട്ടിനെ നല്ലപോലെ നിങ്ങൾ സ്ട്രോങ് ആക്കി. ബേസ് അറിയാത്തവർ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കി. ചെടി ഇങ്ങനെ വളരുമ്പോൾ വേരുകൾ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങി സ്പ്രെഡായി നല്ലൊരു വലിയൊരു മരമായിട്ട് അത് മാറില്ലേ. അതുപോലെയാണ് നിങ്ങളിപ്പോൾ, നിങ്ങളുടെ റൂട്ടും നിങ്ങളുടെ ബേസും ഒക്കെ ഇപ്പോൾ നല്ല സ്ട്രോങ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ 1 വർഷമായിട്ട് 2 വർഷമായിട്ട് 3 വർഷമായിട്ട് പഠിച്ച കാര്യങ്ങളൊന്നും ഒറ്റയൊരു ദിവസത്തെ ടെൻഷൻ കൊണ്ട് ഇല്ലാണ്ടാവാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ ആങ്സൈറ്റി കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് മൈ ഫ്യൂച്ചർ ഡോക്ടർ. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂട്ട് സ്ട്രോങ് ആയി കഴിഞ്ഞു. നമ്മളിപ്പോൾ വളരെ വലിയൊരു മരമായി നല്ല എക്സ്പാൻഡ് ചെയ്ത് വളർന്നു കഴിഞ്ഞു. അപ്പം ഇനി നമ്മളെ വീഴ്ത്തണമെങ്കിൽ അങ്ങനെയുള്ള ഒരു മഴയ്ക്കോ കാറ്റിനോ ഒന്നും നമ്മളെ വീഴ്ത്താൻ വേണ്ടി പറ്റില്ല. അതൊരു 1.5 മഴയോ കാറ്റോ ആവണം. ഓക്കെ, അപ്പോൾ വേറൊന്നും ഇനി ആലോചിക്കേണ്ട, നിങ്ങളെ ഒന്നിനും തളർത്താൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ ഇതെല്ലാം കണ്ടു വന്നവരാണ്. എല്ലാ രീതിയിലുള്ള തോൽവികളും, എല്ലാ രീതിയിലുള്ള നെഗറ്റിവിറ്റീസും, എല്ലാ രീതിയിലുള്ള ഡീമോട്ടിവേറ്റിംഗ് മൊമെന്റ്സും ഒക്കെ കണ്ടു വന്നവരാണ് എൻ്റെ ഫ്യൂച്ചർ ഡോക്ടർ. ഓക്കെ, അപ്പോൾ ഈ അവസാന നിമിഷത്തെ ഒരു ആങ്സൈറ്റിയോ ഒരു ടെൻഷനോ എൻ്റെ മക്കളെ തളർത്താൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് നിങ്ങൾ അത്രയ്ക്ക് പ്രഷ്യസ് ആയിട്ടുള്ള മക്കളാണ്. നിങ്ങളൊക്കെ എൻ്റെ ഫ്യൂച്ചർ ഡോക്ടേഴ്സാണ്. സോ മൈ ഫ്യൂച്ചർ ഡോക്ടർ, I am wishing you from the deepest part of my heartfelt wishes to you. നീറ്റ് എക്സാം ഹാളിൽ നിങ്ങളുടെ ഫൈനൽ ഫൈറ്റ് നിങ്ങൾ ബെസ്റ്റായിട്ട് ചെയ്യട്ടെ. നിങ്ങളുടെ OMR ഫില്ല് ചെയ്യുമ്പോഴോ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോഴോ ഒന്നും ഒരു രീതിയിലുള്ള സംശയങ്ങളോ പാളിച്ചകളോ എൻ്റെ മക്കൾക്ക് വരാതിരിക്കട്ടെ. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതട്ടെ. ആൻഡ് മൈ ഹാർട്ട് ഫെൽറ്റ് വിഷസ് ടു ഓൾ ഓഫ് യു. നിങ്ങൾ എൻ്റെ ഫ്യൂച്ചർ ഡോക്ടറാണ്. ഞാൻ തീരുമാനിച്ചതാണ് നിങ്ങൾ ഫ്യൂച്ചർ ഡോക്ടർ എന്നുള്ളത്. നിങ്ങൾ തീരുമാനിച്ചതാണ്. നിങ്ങളെ നോറിഷ് ചെയ്ത് വളർത്തി വലിയ മരമാക്കി മാറ്റിയതാണ്. ഇനി നമ്മളെ വീഴ്ത്താൻ തളർത്താൻ ഒന്നിനും പറ്റില്ല. കോൺഫിഡൻ്റ് ആയിട്ട് പോടാ എക്സാം ഹാളിലേക്ക്, അടിപൊളിയായിട്ട് എഴുതിയിട്ട് വാ. ബാക്കി നമുക്ക് പിന്നെ സെറ്റാക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്.